ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 കൊസീക് എക്സ് മൈനസ് കോട്ട് എക്സ്. നമുക്കിത് എങ്ങനെ ചെയ്യാം? നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 കൊസീക് എക്സ് മൈനസ് കോട്ട് എക്സ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കൊസീക്കിന് 1/sin എന്ന് എഴുതിയാലോ? നമുക്ക് സൈനും കോസൊക്കെ അല്ലേ കുറച്ചുകൂടി ഫെമിലിയർ. അതുകൊണ്ട് കൊസീക് എക്സിന് ഞാൻ 1/sin x എന്ന് എഴുതാൻ പോവാണ്. അറിയാലോ അത്. അതേപോലെ കോട്ട് എക്സിനെ എങ്ങനെ എഴുതാൻ പറ്റും? പഠിച്ചിട്ടുണ്ടല്ലോ ട്രിഗണോമെട്രിയിൽ. കോട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ്. ഓർമ്മയുണ്ടല്ലോ, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. നമുക്കിതിന് അടുത്ത സ്റ്റെപ്പിലെ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0, ഇത് രണ്ടിനും ഒരേ ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് ന്യൂമറേറ്റർ ജസ്റ്റ് മൈനസ് ചെയ്യുക. 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ്. സിമ്പിൾ അല്ലേ? രണ്ടിനും കോമൺ ഡിനോമിനേറ്റർ സൈൻ എക്സ് ആണ്. 1 മൈനസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതി. എക്സിന് ഡയറക്റ്റ് ആയിട്ട് 0 കൊടുക്കാൻ പറ്റില്ല, കാരണം ഡിനോമിനേറ്റർ 0 ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ ഹാർട്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടോ? ട്രിഗണോമെട്രിയിലുള്ളൊരു ഐഡൻറ്റിറ്റി ആണെന്ന് പറഞ്ഞിരുന്നു. 1 മൈനസ് കോസ് എക്സ് 2 സൈൻ സ്ക്വയർ ഓഫ് എക്സ് ബൈ 2, അങ്ങനൊരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രിഗണോമെട്രിയിലുള്ളതാണ്. 1 മൈനസ് കോസ് എക്സ് 2 സൈൻ സ്ക്വയർ ഓഫ് എക്സ് ബൈ 2. താഴെ സൈൻ എക്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വേണമെങ്കിൽ ആ 2 പുറത്തോട്ട് എടുക്കാം. കോൺസ്റ്റൻ്റ് അല്ലേ? 2 ഒരു കോൺസ്റ്റൻ്റ് ആണ്. 2 പുറത്തോട്ട് എടുക്കാം. ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറഞ്ഞാലേ സൈൻ ഓഫ് എക്സ് ബൈ 2 ഇൻറ്റു സൈൻ ഓഫ് എക്സ് ബൈ 2. സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ആവില്ലേ ന്യൂമറേറ്റർ? ഡിനോമിനേറ്റർ വെറും സൈൻ എക്സേ ഉള്ളൂ. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഓരോ സൈനിനും ഒരു ഡിവൈഡ് ബൈ എക്സിൻ്റെ ആവശ്യമുണ്ട് അല്ലേ? ഓരോ സൈനിനും ഒരു ഡിവൈഡ് ബൈ എക്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. 2 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0. മോളിൽ, അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ശ്രദ്ധിച്ചിരിക്കണം. മോളിൽ ഇവിടെ ഒരു സൈൻ ഓഫ് 1/2 എക്സ് ഉണ്ട് ഇല്ലേ? ഉണ്ടല്ലോ. താഴെ ഒരു സൈൻ എക്സ് ഉണ്ടല്ലോ. ഇവിടെ സൈൻ ഓഫ് എക്സ് ബൈ 2 ഞാൻ സെപ്പറേറ്റ് മാറ്റി നിർത്താണ്. എന്തിനാണെന്നുള്ളത് അടുത്ത സ്റ്റെപ്പിൽ ക്ലിയർ ആവും. എന്തായാലും എഴുതിയതിൽ മിസ്റ്റേക്ക് ഇല്ല. സൈൻ ഓഫ് എക്സ് ബൈ 2 എഴുതി, സൈൻ ഓഫ് എക്സ് ബൈ 2 സ്വല്പം നീക്കി എഴുതി. ഡിനോമിനേറ്ററിൽ ഒരു സൈൻ എക്സ് ഉണ്ട്, അതും എഴുതി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതേ, ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ ഞാൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം വേണ്ടേ? മുകളിൽ ഞാൻ എന്ത് ചെയ്യുന്നോ അത് തന്നെ താഴെയും ചെയ്യണം എന്നല്ലേ? പക്ഷേ ഇയാൾ ഒറ്റയ്ക്കിരിക്കുകയാണ്. ഇയാൾ വെറുതെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ മാറും. ഇവിടെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ മാറുന്നില്ല, കാരണം മുകളിൽ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ താഴെയും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു, ആൻസർ മാറില്ല. പക്ഷെ ഇവിടെ ചുമ്മാ വെറുതെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ ടേമിൻ്റെ വാല്യൂ മാറില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിർത്താനേ പറ്റുള്ളൂ. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. 2 ഇൻറ്റു എക്സ് ടെൻഡിങ് ടു 0 സൈൻ എൻ എക്സ് ബൈ എക്സ്. എൻ ആണെന്നല്ലേ പഠിച്ചിട്ടുള്ളത്? സൈൻ എൻ എക്സ് ബൈ എക്സ് എൻ ആണ്. അപ്പോൾ സൈൻ 1/2 എക്സ് ബൈ എക്സ് 1/2 ആണ്. ഇവിടെ സൈൻ എക്സ് ബൈ എക്സ് 1 ആണ്.
ഇത് മാത്രം സെപ്പറേറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എക്സിന് 0 കൊടുക്കേണ്ടി വരും, അല്ലാതെ വേറെ വഴിയില്ല. ഇവിടെ എക്സിന് 0 കൊടുത്താൽ സൈൻ 0 അല്ലേ, സൈൻ ഓഫ് 0/2, അതായത് 0 സൈൻ 0. ശരിയല്ലേ? 0/0 വരുമ്പോൾ മാത്രമല്ലേ പ്രശ്നമുള്ളൂ. സൈൻ 0. അപ്പോൾ ഇവിടെ 2 × 1/2 × 0 അല്ലേ, സൈൻ 0 ആണല്ലോ. 2 × 1/2 × 0 0 ആണ് ആൻസർ. ഓക്കെ.